ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡ്രീം ഇലവനൊക്കെ കളിച്ചിട്ട് ഭയങ്കര ലോസ് ആണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണ്ട. 1-2 ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഇന്നലെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് കുറച്ച് കമൻറ്റ്സ് വന്നു, ഇതെങ്ങനെയാണ് കളിക്കുക, അത് കളിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാൻ കണ്ടില്ല. ഞാൻ ആദ്യം എൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 3 രൂപ, 6 രൂപ, 3 രൂപ, 6 രൂപ, 12 രൂപ, 18 രൂപ ഇട്ടിട്ടാണ് ഈ പറഞ്ഞ 605 രൂപ ഉണ്ടാക്കിയിരിക്കുന്നത്. 3 രൂപ, 4 രൂപ, 5 രൂപ, 8 രൂപ, മാക്സിമം പോയാൽ ലാസ്റ്റ് 39 രൂപ വരെ പോയുള്ളൂ. 367 രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ക്യാഷിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. ഇതിൽ ഇത് പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ടീമൊന്നും ഇടണ്ട, വെറുതെ ഒരു പ്ലെയറിനെ മാത്രം പിക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇവിടെ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ഇതുവരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. അത് വെച്ച് കളിക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ കളിക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മാച്ച് എടുത്തു, ഇന്ന് നടക്കാൻ പോകുന്ന മുംബൈ കൊൽക്കത്തയിൽ നിന്ന് തന്നെ ഇരുന്നോട്ടെ. അതിൽ ഈ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇതിലിപ്പോൾ നമുക്ക് രഹാനെ അതൊന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഡീകോക്ക്, അജിൻകെ രഹാനെ, തിലക് വർമ്മ, ഇങ്ങനെ 5 പേരാണുള്ളത്. ഇതിലാരാ നന്നായി കളിക്കാമെന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. ഇതിലതിനിപ്പോൾ ഒന്നതിന് നമുക്ക് ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. ഇപ്പോൾ നമുക്ക് 6 രൂപയുടെ ഒരു കോൺടെസ്റ്റ് എടുക്കാം. ഫസ്റ്റ് വന്നാൽ 10 രൂപയാണ് കേട്ടോ. 2 പേരെ കളിക്കുന്നുള്ളൂ. ഇതിലാരാ നന്നായി കളിക്കുക? ഇപ്പോൾ രോഹിത് ശർമ്മയാണോ? രോഹിത് ശർമ്മയ്ക്ക് ബാറ്റിംഗ് മാത്രമേ ഉള്ളൂ. സൂര്യകുമാറിനും ബാറ്റിംഗ് ഉള്ളൂ. അജിൻകെ രഹാനെയും ബാറ്റിംഗ് ഉള്ളൂ. തിലകിനും ബാറ്റിംഗേ ഉള്ളൂ. അതേസമയം ഡീകോക്ക് ആണെങ്കിൽ ബാറ്റിംഗ് പ്ലസ് വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടാൻ ചാൻസ് ഇല്ലേ. ബാറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലും കീപ്പിംഗ് ചെയ്യുന്നതുകൊണ്ട് പോയിൻറ്റ്സ് കിട്ടില്ലേ, അല്ലെങ്കിൽ കീപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാലും ബാറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് പോയിൻറ്റ്സ് കിട്ടില്ലേ. സോ അങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ ഇത് പിക്ക് ചെയ്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഡീകോക്കിനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത ഡീകോക്കാണ് ഏറ്റവും കൂടുതൽ നന്നായി പോയിൻ്റ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പിന്നെ ഒരു ഡീകോക്കിനെ കൂടെ എടുത്തു. ഇങ്ങനെ ഡീകോക്കിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വേറൊരു കോൺടെസ്റ്റ് ഉണ്ടാവും. ഇതിലിപ്പോൾ നമുക്ക് ആരാ, ബോൾട്ട് ഉണ്ട്, വരുൺ ചക്രവർത്തി ഉണ്ട്, വൈഭവ് ആര, ദീപക് ചഹർ, ഹർഷിത് റാണ, ഇത്രയും പേരാണുള്ളത്. ഇതിലാരാന്ന് നിങ്ങൾക്ക് ബോൾട്ട് നല്ല വിക്കറ്റ് എടുക്കും. ശരി, ബോൾട്ടിനെ പിക്ക് ചെയ്യുക. നമ്മുടെ ഓപ്പോസിറ്റ് വേറെ ആരെങ്കിലും വരും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. IPL ഡ്രീം ഇലവനൊക്കെ ലോസായി അല്ലെങ്കിൽ ടീം ഇട്ടിട്ടൊക്കെ ലോസ് ആവുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ ഷുവറാണ്. ഇപ്പം ഞാനിവിടെ വേറൊരു ഡ്യുവോ പ്രോ ഉണ്ട്. ഇവിടെ ഡ്യുവോ പ്രോ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് 2 ടീം പോലെയാണ്. ഇതൊരു 2 ടീം പോലെ അവർ സെറ്റ് ചെയ്ത് തരും. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ നമുക്ക് ഒരാളെ എടുക്കാം, ഡീകോക്കിനെ എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സെറ്റ് ഉണ്ടാവും. ഈ ഒരു സെറ്റിൽ നിന്ന് ഒരാളെ എടുക്കാൻ പറ്റും. അത് ആരെടുക്കാൻ? ബോൾട്ടിനെ എടുക്കാം. ഈ 2 പേരുടെ പോയിൻറ്റ്സ് കൂടെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഡീകോക്കും ബോൾട്ടുമാണ്. അപ്പോൾ നമ്മുടെ ഡീകോക്കും ബോൾട്ടും ഓപ്പോസിറ്റ് നമ്മുടെ വേറെ ആരെങ്കിലും വരും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു കോൺടെസ്റ്റിൽ ഞാൻ പിക്ക് ചെയ്ത ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീകോക്കും വരുൺ ചക്രവർത്തിയാണ്. ഓപ്പോസിറ്റ് തിലക് വർമ്മയും വരുൺ ചക്രവർത്തിയാണ്. ഇത് നമ്മൾ പിക്ക് ചെയ്ത ഡീകോക്കും വരുൺ ചക്രവർത്തിയും കൂടെ ഏകദേശം ഒരു 150 പോയിൻ്റ് എടുത്തു. അതേസമയം നമ്മുടെ തിലക് വർമ്മയും വരുൺ ചക്രവർത്തിയും കൂടെ ഒരു 120 പോയിൻ്റ് എടുത്ത് വെച്ചാൽ നമ്മൾ പിക്ക് ചെയ്ത 150 പോയിൻറ്റിനാണ് അവിടെ വിൻ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് 2 പ്ലെയർ നമ്മൾ ഡ്രീം ഇലവനിലൊക്കെ ഇത്രയും ടീം ഇട്ട് കളിക്കുന്നതിനെക്കാട്ടിലും 2 പ്ലെയേഴ്സിനെ ചൂസ് ചെയ്ത് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മുടെ കുബേര ഫാൻറ്റസി. അതേപോലെ തന്നെ ഈ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്ന വേറൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ സ്പോട്ടസി. ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. പോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ വരും. എന്താണ്ട് മുകളിൽ പോപ്പ് എന്നുണ്ടാവും. 5 പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസുള്ള ആരാ അവരെ പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 4 രൂപയുടെ ഒരു കോൺടെസ്റ്റ്. ഇപ്പോൾ ഇതിലിപ്പോൾ ആരായിരിക്കും നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള? ഡീകോക്ക്. എപ്പോഴും അപ്പഴേ പറഞ്ഞ പോലെ തന്നെ ഡീകോക്കുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മുടെ ഡീകോക്കുമായിട്ട് മുന്നോട്ട് പോയി. ഇതിൽ ഞാൻ വെറുതെ പറഞ്ഞ തന്നെ പറയുന്നില്ല. ആ ഒരു സെയിം സംഭവം തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുക ആരാ അവരെ പിക്ക് ചെയ്യുക, മുന്നോട്ട് പോകുക. ഇത്രയേ ഉള്ളൂ. ഇത് H4 ഉണ്ട്, H2 ഉണ്ട്. അതായത് 2 പേര് തമ്മിൽ കളിക്കുന്നവരുണ്ട്, 3 പേര് തമ്മിൽ കളിക്കുന്നവരുണ്ട്. എങ്ങനെയാണ് ഇതിപ്പോൾ 4 സ്പോട്ട്, 6 രൂപയ്ക്ക് 4 സ്പോട്ട്, 4 പ്ലെയേഴ്സ് ഉണ്ടാവും. ഇതിൽ നമ്മൾ പിക്ക് ചെയ്ത ആളെ ഏറ്റവും കൂടുതൽ പോയിന്റ് വെച്ചാൽ നമുക്ക് കൂടുതൽ ഈ പൈസ കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പോൾ 2 പേരുണ്ട്, 4 പേരുള്ള കളിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. സോ ഇതെങ്ങനെ കളിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് ചോയ്സ് 11. ഇതിലും ആ ഒരു സെയിം സംഭവമുണ്ട്. ഞാൻ പറഞ്ഞ കുബേരയും സ്പോർട്സേക്കാട്ടിലും ഒരുപാട് പേർക്ക് അറിയില്ല ഇവിടെ ഇങ്ങനെ
ഒരു ഓപ്ഷൻ ഉണ്ടെന്ന്. സോ നിങ്ങൾ ഇതിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫ്രീ എൻട്രി കോൺടസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 5 പ്ലേയേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ഡീക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സംഭവം. ഇതെല്ലാം ഈ 3 ആപ്ലിക്കേഷനിലും നല്ല രീതിയിൽ ക്യാഷ് ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ നല്ല രീതിയിൽ ക്യാഷ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രഡിക്ഷൻ എവിടെ കിട്ടും ചോദിച്ചാൽ അത് നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് മാത്രം ഒന്ന് അതിൽ ആരെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അവർ മാത്രം ഒന്ന് ഇട്ടാൽ മതി. നല്ല ഗെയ്ക്വാഡിനെ ഇട്ട് ഗെയ്ക്വാഡ് നന്നായി കളിച്ചു, ഗെയ്ക്വാഡിനാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഈ 2 ഓപ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് റിസ്ക് ആണ്. സോ അതിൽ ഞാൻ കൂടുതൽ ആരും ഓപ്ഷൻ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തന്നെ റിസ്ക്. കാരണം ഇതിലിപ്പോൾ ഇന്നലെ റാണ നന്നായി കളിച്ചു, ജഡേജ നന്നായി കളിക്കാൻ ചാൻസ്, രവിചന്ദ്ര അശ്വിൻ കളിക്കാൻ ചാൻസ്, ഒക്കെ ഓൾറൗണ്ടേഴ്സ്. അതിൽ ആര് നന്നായി കളിക്കുന്ന ഒരു പ്രഡിക്റ്റ് ചെയ്യാനും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 ടിക്കറ്റ്. അതിൽ ആരെങ്കിലും ഒരാൾ നന്നായി കളിക്കുന്നു. ഇന്നലെ ഹാസരംഗ നന്നായി കളിച്ചു. അതുപോലെ തന്നെ ഇപ്പുറത്ത് വന്നപ്പോൾ പതിരാനായിരുന്നു, നന്നായി കളിച്ചു. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ കുബേരയിലോട്ട് വന്നപ്പോൾ കുബേരയിൽ ഗെയ്ക്വാഡ് നന്നായി കളിക്കും. അതുപോലെ തന്നെ പതിരാനയും ഗെയ്ക്വാഡും ആയിട്ടൊരു ഓപ്ഷൻ ഇടാൻ പറഞ്ഞു. ഗെയ്ക്വാഡ് കളിച്ചു. പിന്നെയും പതിരാനെ മാത്രമായിട്ട് ഇടാൻ പറഞ്ഞു, കളിച്ചു. അത്രേ ഉള്ളൂ. അങ്ങനെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ ഷുവറാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് വഴി തന്നെ കയറാൻ ശ്രമിക്കുക. ക്യാഷ് ബോണസ് കിട്ടും. ആ ബോണസ് വെച്ച് കളിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ക്ലിയർ ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വരിക, ടീം എടുക്കുക, ഡ്യൂ ഓപ്ഷനും അതുപോലെ തന്നെ സ്പോർട്സിയുടെ മറ്റേ നമ്മുടെ പോപ്പ് ഓപ്ഷനും ഒക്കെ ഞാൻ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.